ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ക്രൂസ് ഡ്രൈവിൻ്റെ ഫസ്റ്റ് ഡേ ഇവിടെ ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ കയറാൻ വേണ്ടി പോവാണ്. ഓക്കെ, ഡേ 1 ആണ് ഇന്ന് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇവിടെ ടൈം എത്ര വെച്ചാൽ 1:45. ഞങ്ങൾ 1:45 ആയപ്പോഴാണ് അബുദാബിയിൽ ഇപ്പോൾ ഇറങ്ങുന്നത്. ഇനി പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് നേരെ എയർപോർട്ടിലോട്ട്. നമ്മൾ എവിടെ പോകുന്നില്ലല്ലോ, എയർപോർട്ടല്ല, പോർട്ടിലോട്ട് കേട്ടോ, ഷിപ്പ് യാർഡിലോട്ട്. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇന്നിപ്പോൾ പോകുന്നത് പ്രമാണിച്ച് കുക്കൊന്നും ചെയ്യേണ്ടെന്ന് വിചാരിച്ചു. കാരണം നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി പിന്നെ മെച്ചമൊന്നൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ തിരിച്ച് വരത്തുള്ളൂ. അങ്ങനെ എന്തായാലും പുറത്തുനിന്ന് കഴിക്കാമെന്നൊക്കെ വിചാരിച്ചു. ഞങ്ങൾ ഉച്ചക്കത്തെ ഊണ് പുറത്തുനിന്ന് നമ്മുടെ സെയിം തന്നെ ഞങ്ങളുടെ ഫേവറേറ്റ് എപ്പോഴും നാസർ റെസ്റ്റോറൻ്റാണ്. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ യാത്ര തുടങ്ങി. 2:30 ആയിട്ടോ ഞങ്ങൾ ശരിക്കും അബുദാബിയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പം. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, നമ്മുടെ ഇവിടെയൊരു അബുദാബിയിലൊരു പൈനാപ്പിൾ ബിൽഡിംഗ് ഉണ്ടെന്ന്. 2 ബിൽഡിംഗ് ഒരുപോലെ പൈനാപ്പിൾ ബിൽഡിങ്. ഇതിൻ്റെയൊക്കെ നമുക്ക് ഈ മുള്ളു പോലെ ഇരിക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ എൻ്റെ വിൻഡോ ആണ്. അതിപ്പോൾ ഓട്ടോമാറ്റിക്കൊക്കെ ആണെന്നാണ് പറയുന്നത്. നമ്മുടെ ഈ സൺലൈറ്റ് ഇടുമ്പം സൺലൈറ്റ് വരുമ്പോഴത്തേക്കും അത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആകും. അതുപോലെ തന്നെ സൺസെറ്റ് ആകുമ്പോഴത്തേക്കും അത് പയ്യനെ ക്ലോസ് ആകും എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതിന് എന്തെങ്കിലുമൊക്കെ സെൻസറാണ് ഇതിനകത്ത് പരിപാടികളെന്നൊക്കെ. കറക്റ്റായിട്ട് അറിയത്തില്ല, ജസ്റ്റ് എല്ലാവരും പറഞ്ഞു കേട്ട അറിവുകളൊക്കെ ഉള്ളൂ. ആ ബിൽഡിങ്ങാണിത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പുറപ്പെടുവാണ്. ഒരു 1.25 മണിക്കൂർ ദൂരത്തോളം ട്രാവലുണ്ട്. അപ്പോൾ വേറെ പ്രത്യേകിച്ച് റോഡ് കാണിക്കാനൊന്നുമില്ല, ന്യൂ അല്ല. നമ്മൾ ദുബായി പോകുമ്പം കാണിച്ച സെയിം, ബുർജ് ഖലീഫയിലോട്ട് പോകുമ്പോൾ കാണിച്ച സെയിം റോഡാണ് നമ്മൾ അങ്ങ് വരെ പോകുന്നത്. അവിടെ കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റോളം വേറെ റോഡ് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പം പോകുന്ന വഴിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായ് ഫ്രെയിമൊക്കെ പോകുന്ന സെയിം റോഡാണ്. ദുബായ് ഫ്രെയിമിൻ്റെ അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് ട്രാവലേ ഉള്ളൂ നമ്മുടെ പോർട്ടിലോട്ട്. അപ്പോൾ നമ്മളിപ്രാവശ്യം എന്തായാലും കുറച്ച് നേരത്തെ എത്തി. അപ്പോൾ നേരത്തെ എത്തിയപ്പോൾ എന്നാൽ നമ്മുടെ ദുബായ് ഫ്രെയിമൊക്കെ ഒന്ന് കണ്ടേക്കാമെന്ന് വിചാരിച്ചു. ദുബായ് ഫ്രെയിമിനുള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. ഇവിടെയൊക്കെ കണ്ടു റോക്കറ്റിൻ്റെ ഷേപ്പിലൊക്കെ ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. റോക്കറ്റിൻ്റെ ഷേപ്പിൽ നല്ല കോണിരിക്കുന്ന പോലത്തെ ഷേപ്പിൽ എന്തൊക്കെയൊക്കെ ഓഫീസുകളൊക്കെയാണ്. ജസ്റ്റ് അതിൻ്റെയൊക്കെ ചുമ്മാ ഒരു വീഡിയോ എടുത്ത് വെച്ചു. ചുമ്മാ രസമല്ലേ കാണാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എന്തായാലും ഡ്രൈവ് ചെയ്ത് നമ്മൾ ദുബായ് ഫ്രെയിമിൻ്റെ തൊട്ട് മുമ്പിൽ കൂട്ടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഞങ്ങൾ മാപ്പൊക്കെ മാറ്റി ഇപ്പം ദുബായ് ഫ്രെയിമിൻ്റെ മാപ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ. പക്ഷേ കുറച്ചൊന്ന് വഴി തെറ്റി. പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഞങ്ങൾ ദുബായ് മെട്രോയുടെ അതിലൂടെയൊക്കെ കടന്നു വന്നു. ഇത് നമ്മുടെ ദുബായ് മെട്രോൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ. അപ്പോൾ ദുബായ് മെട്രോ ഞാനിതുവരെ കയറിയിട്ടില്ല. ഇതിനു മുമ്പ് ഞങ്ങൾ ഡൽഹിയിലെ മെട്രോ കയറിയിട്ടുണ്ട്, അല്ലാണ്ട് വേറെ മെട്രോ ട്രെയിനിൽ കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ദുബായ് മെട്രോയിൽ കയറാൻ ഞങ്ങൾ എപ്പോഴും വരുമ്പോൾ വിചാരിക്കും, പിന്നെ എല്ലാ പ്രാവശ്യം വരുമ്പോഴും കാർഡ് എടുക്കാൻ വേണ്ടി മറന്നു പോകും. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പ്ലാനൊക്കെ ആയിട്ട് തിരിച്ചു പോകും. അപ്പോൾ ഇനി എപ്പോഴെങ്കിലും ഒരു സമയം കിട്ടുവാണെങ്കിൽ എനിക്കും ദുബായ് മെട്രോയിൽ ഒന്ന് കയറണമെന്നുണ്ട്. പർട്ടിക്കുലറായിട്ടൊന്നുമില്ല, ഒരു സ്ഥലത്തുനിന്ന് മറ്റേ സ്ഥലത്തോട്ടൊന്ന് കയറി തിരിച്ചു വരിക എന്നത് മാത്രമേ ഉള്ളൂ. എങ്ങനെയാണെന്നറിയാമല്ലോ ദുബായ് മെട്രോയും. എനിക്ക് ഈ പുതിയ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പുതിയ ഇത് അറിയാത്ത മെട്രോ, ഡൽഹി മെട്രോ മാത്രമല്ലേ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടുത്തെ മെട്രോ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് അറിയണ്ടേ അല്ലേ. എനിവേ ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്ന് പാർക്കിങ്ങിൽ കാറിട്ടു. ഇനിയിപ്പം നേരെ എൻട്രൻസിൽ നമുക്ക് ടിക്കറ്റ് എടുക്കണം, എൻട്രൻസ് ടിക്കറ്റ് എടുക്കണം. അപ്പം അവിടെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ നമുക്ക് ഈ ദുബായ് ഫ്രെയിമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ദുബായ് ഫ്രെയിം ഉണ്ടാക്കിയത്, അതായത് ദുബായ് ഫ്രെയിമിൻ്റെ പണി തുടങ്ങിയിരിക്കുന്നത് 2013, നമ്മൾ 2013 2013 ഇത് പണിയാൻ കാരണം നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡിലൊരു കോമ്പറ്റീഷന് പാർട്ടിസിപ്പേഷനായിട്ട് നമ്മുടെ ആർക്കിടെക്ചറൽ വർക്കായിട്ടാണ് നമ്മൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ പണി തുടങ്ങുന്നത്. അങ്ങനെ ലോകത്തിൽ, അപ്പോൾ ആ തീമിന് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ഫ്രെയിം ഉണ്ടാക്കുക എന്നൊരു തീമിൽ 2013 സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയൊരു ഫ്രെയിമാണിത് നമുക്ക്. അപ്പോൾ വേൾഡിലെ ഗിന്നസ് റെക്കോർഡിൽ ഏറ്റവും വലിയ ഫ്രെയിം എന്ന പേരുള്ള ഒരു ഇതാണ് ഈ ദുബായ് ഫ്രെയിം. ഇതിൽ വലിയ ഫ്രെയിം ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രെയിമാണ് കേട്ടോ ഈ ദുബായ് ഫ്രെയിം. അപ്പോൾ നമ്മൾ ആ ലോകത്തിലെ ഒരു ഗിന്നസ് ബുക്കിൽ റെക്കോർഡിക്കൽ ഫ്രെയിമാണ് നമ്മളിപ്പോൾ അത് കാണാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഫ്രെയിമിൻ്റെ സ്റ്റോറി എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുണ്ടാക്കിയ തീം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുന്നു, ക്യൂ ഒക്കെ നിന്നിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട്. ക്യൂ നിന്നിട്ട് നമ്മൾ കയറുമ്പോൾ തന്നെയാണെങ്കിൽ നമ്മൾ ടൈം നമ്മളെ കയറ്റി വിടത്തില്ല. അവിടെ നമുക്ക്
ഇത്ര നമുക്കൊരു വിസിറ്റിംഗ് ടൈമിൽ ഇത്ര വിസിറ്റേഴ്സുണ്ട്, അപ്പോൾ അതിന് സെക്യൂരിറ്റിയും ഗാർഡുകളൊക്കെ ഉണ്ട്. അവർ നമ്മളെ കറക്റ്റായിട്ട് നമ്മളെ ഗൈഡ് ചെയ്യും എത്ര പേര് കയറി പോകാമെന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമുക്ക് ടിക്കറ്റ് എടുക്കാം. ആദ്യം ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് ഉള്ളിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് കാണാം. പിന്നെ ദുബായ് തീമിൻ്റെ ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ കയറുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇവിടുത്തെ പണ്ടത്തെ പാസ്റ്റിലെ ദുബായ് എങ്ങനെയായിരുന്നു, മുമ്പത്തെ പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നു, അതിനുശേഷം ഇപ്പോൾ ഉള്ള ദുബായ് നമുക്ക് ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ കാണാം. അതിനുശേഷം നമ്മൾ ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കൂടെ അതിൻ്റെ ഒരു സഹായത്തോടെ ഉള്ളൊരു എക്സിബിഷനും കൂടെ കാണിച്ചുകൊണ്ടാണ് ദുബായ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ നമ്മൾ കാണുന്നത്. അത് കാണാനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ എൻട്രി ടിക്കറ്റ് എടുത്തു. ഒരാൾക്കുള്ള ടിക്കറ്റ് ഞാൻ കാണിച്ചായിരുന്നു, കണ്ടോയെന്നറിയത്തില്ല. അപ്പോൾ ഇതാണ് അവിടുത്തെ എൻട്രി ഫീസ്. അപ്പോൾ അതിൻ്റെ ഓപ്പണിംഗ് ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് തുടങ്ങി വൈകിട്ട് 9 മണി വരെ ഇത് ഓപ്പണാണ്. അപ്പോൾ ഒരു അഡൾട്ടിന് 52.50 ദിർഹവും ഒരു കൊച്ചിനാണെങ്കിൽ 25 ദിർഹമാണ് അതിനകത്ത് എൻട്രി ഫീസ്. അത് കുഴപ്പമില്ല, അത്യാവശ്യം കാണാൻ മാത്രം ഉള്ളതുണ്ട്. അങ്ങനെ ഗായ്സ് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറി. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ആരും ഫോട്ടോ ഒന്നും എടുക്കാനില്ലാത്തതുകൊണ്ട് ഞങ്ങൾ മുമ്പ് ട്രൈപോഡൊക്കെ എടുത്ത് ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് കളിച്ചു. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ദുബായ് ഫ്രെയിമിന് ഒരു ഫോട്ടോയ്ക്കുള്ളിൽ കൊള്ളിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ് കേട്ടോ. അവിടെ ഒത്തിരി ആൾക്കാർ നിന്നിട്ട് ഓരോ സൈഡിലും ചാഞ്ഞും ചെരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയെങ്കിലും ഫുള്ള് ഫ്രെയിമിൽ കൊള്ളിക്കാമോ എന്ന്. ഞാൻ ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇച്ചിരി ലെങ്തി ആയിട്ടാണ് കേട്ടോ. ഫുൾ കവർ ചെയ്യാവുന്ന രീതിയിൽ, നമുക്കിതൊരു കാണാൻ പറ്റാത്ത ഒരാൾക്ക് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിത് കവർ ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫോട്ടോ എടുക്കും. തിരിച്ചു വരുമ്പോഴത്തേക്കും നമുക്ക് ദുബായ് ഫ്രെയിമിലിട്ട ഫോട്ടോ തരും. അപ്പോൾ നന്നായിട്ട് ഫോട്ടോ എടുക്കണം. ഞങ്ങളാണെങ്കിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ കണ്ണടഞ്ഞു പോയി. അപ്പം ഫോട്ടോ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഞങ്ങൾ ക്യൂ നിൽക്കുന്ന സ്ഥലമാണിത്. ഇവിടെ നമ്മൾ ക്യൂ നിൽക്കേണ്ടി വരും. ഒരു 15 മിനിറ്റ് 10 മിനിറ്റോളം സമയമെടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങളെ ഉള്ളിലോട്ട് കടത്തി വിട്ടു. ഇതാണ് പണ്ടത്തെ, അതായത് പാസ്റ്റ് ദുബായ്. അതിൻ്റെ ഒരു ആദ്യത്തെ നമ്മൾ എൻട്രി ചെയ്യുന്ന ഫസ്റ്റത്തെ ഒരു ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പണ്ടത്തെ ദുബായ് എങ്ങനെയായിരുന്നു എന്നുള്ളൊരു അതിൻ്റെ ഒരു മ്യൂസിയം എക്സിബിഷൻസൊക്കെയാണ്. നമ്മളവിടുത്തെ പണ്ടത്തെ അവർ യൂസ് ചെയ്തിരുന്ന സാധനങ്ങളും എല്ലാം കാണിച്ചുകൊണ്ട് അവിടുത്തെ ഹിസ്റ്റോറിക്കലായിട്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റിൻ്റെ ഇതുകൂടെ ഉള്ള അവരുടെ ഒരു എക്സിബിഷൻസും അതിനെക്കുറിച്ചുള്ളൊരു ഹിസ്റ്ററി ഒക്കെ പറയുന്ന കുറച്ച് വീഡിയോകളും ഒക്കെയാണ് ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ട്. നമ്മുടെയൊക്കെ നാട്ടിലത്തെ പണ്ടൊക്കെ നമ്മൾ മൈസൂർ പാലസിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് അവർ എക്സിബിറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ കാണാൻ പണ്ടത്തെ ദുബായ് എങ്ങനെയാണെന്നൊക്കെ കാണാൻ നമുക്ക് അത്ഭുതമല്ല. എത്ര പെട്ടെന്നാണ് ദുബായിയുടെ ഒരു വളർച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്ഭുതങ്ങൾ തന്നെ കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ കപ്പയൊക്കെ പണ്ടൊക്കെ ഇളക്കുന്നത് നിങ്ങൾക്കറിയാമെന്ന് വെച്ചാൽ, ഞങ്ങളുടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ കപ്പ വാട്ടാനൊക്കെ വലിയ തവികളൊക്കെ ഉണ്ട്. അതൊക്കെ പോലെ ഇരിക്കുന്ന വലിയ തവികൾ, നമ്മുടെ പണ്ടത്തെ ലൈറ്റുകളൊക്കെ ഇല്ലേ, നമ്മൾ പെട്രോൾ മാക്സ് എന്നൊക്കെ പറയും ഞങ്ങൾ. അങ്ങനത്തെ വലിയ ലൈറ്റുകളും നമ്മുടെ മരം കൊണ്ടുള്ള കുഞ്ഞു പെട്ടികളും പൂജകളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയ്ക്ക് ഇടാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം എല്ലാവരും വീഡിയോയ്ക്ക് എടുത്തിട്ട് ഓടി ക്യൂ നിൽക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത കയറേണ്ടത് നമ്മുടെ ഇവിടുത്തെ ലിഫ്റ്റിലാണ്. ഈ ലിഫ്റ്റിനൊരു പ്രത്യേകതയുണ്ട്. 48 നില, 48 ഫ്ലോറ് നമുക്ക് 75 സെക്കൻഡ് കൊണ്ട്, ഒരു 75 സെക്കൻഡുകൾ കൊണ്ട് അത്ര സ്പീഡിൽ എത്തപ്പെടുന്ന ഒരു ലിഫ്റ്റിലോട്ടാണ് നമ്മളിനി കയറാൻ വേണ്ടി പോകുന്നത്. നമുക്ക് ഇവിടെ പണ്ടത്തെ കാലത്തെ കപ്പിയൊക്കെ കാണാം. ഞാൻ നമ്മുടെ നാട്ടിലേക്ക് ഒരു കയറിടുന്ന കപ്പിയെ കണ്ടേക്കുന്നത്, ഇവിടെ 2 കയറിടുന്ന കപ്പിയൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് 2 കയറിടും കണ്ടോ. നമുക്ക് 2 കയർ ഇതിനകത്തിട്ടിട്ട് വലിക്കുകയൊക്കെ ചെയ്യാം. പണ്ടത്തെ കാലത്ത് ഇവിടെ യൂസ് ചെയ്തിരുന്ന കപ്പിയും കയറൊക്കെ ആണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആണ്. അതിനകത്തൊന്നും പറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നമ്മുടെ പണ്ടത്തെ ഡ്രോയറൊക്കെ കിടക്കുന്നുണ്ട്. പണ്ടത്തെ നാട്ടിലത്തെ പെട്ടികളുടെ ഡ്രോയറൊക്കെ സെയിം തന്നെ വരുന്നുണ്ട്. ബാരലും തവികളും എല്ലാം ഓൾമോസ്റ്റ് എനിക്കൊന്ന് സെയിം തന്നെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ. ഇതാണ് നമ്മുടെ ദുബായ് എയർപോർട്ട് ഓപ്പൺ ആയ വർഷം. 1960 നമ്മുടെ ദുബായ് എയർപോർട്ട് ഓപ്പൺ ആയത്. ഇപ്പം എത്ര കൊല്ലമായല്ലേ. ഞങ്ങളുടെ കണ്ണൂരൊക്കെ ഇപ്പോഴാണ് വന്നത്. ഇവിടെയൊക്കെ പണ്ടേ ഓപ്പൺ ആയിരുന്നു. ഇതാണ് ആദ്യത്തെ ദുബായ് എയർപോർട്ടിൻ്റെ ഒരു പിക്ചറാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ നിന്ന് ഒത്തിരി മാറ്റം വന്നു, വീണ്ടും ഇപ്പം പണിതിട്ടുണ്ട്. അപ്പം നമ്മൾ ലിഫ്റ്റ് കയറി വളരെ സ്പീഡിൽ, എത്ര സ്പീഡിലാണ് കേട്ടോ നമ്മളത് മേലെ എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. പുറത്തോട്ട് നമ്മൾ എത്ര സ്പീഡിലാണ് പോകുന്നത്. നമുക്ക് ആ വ്യൂ നല്ലതാണ് കേട്ടോ. നമുക്ക് ഈ ദുബായ് ഫ്രെയിമിൻ്റെ മേലെ എത്തിയാലത്തെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ നമുക്ക് കാണാൻ കഴിയുക ഓൾഡ് ദുബായും, അതിൻ്റെ മറുവശത്താണെങ്കിൽ പുതിയ ദുബായുമാണ്. അത് ഈ ഫ്രെയിം തിരിക്കുന്നതും അങ്ങനെ തന്നെ കേട്ടോ. ഇതൊരു ഒബ്സർവേറ്ററി ഡെസ്ക് തന്നെയാണ്.
ഈ ഒബ്സർവേറ്ററി ഡെസ്കിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദുബായിയുടെ ഓൾഡ് ദുബായ് ആൻഡ് ന്യൂ ദുബായിൻ്റെ വ്യൂസ് നന്നായിട്ട് കാണാം. അപ്പോൾ ഞങ്ങൾ ആ ലിഫ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. വെറും 1 മിനിറ്റ് ഒരു ഇച്ചിരി സെക്കൻഡ് കൊണ്ട് തന്നെ നമ്മൾ ഈ 48 നിലയും കയറി മേലെ എത്തുന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സ്പീഡുള്ളതാണ്. അപ്പോൾ നമ്മൾ മേലെ എത്തി. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്സ്. ഈ ഗ്ലാസ്സിൽ കയറി നിന്നാണ് നമ്മൾ താഴോട്ട് കാണുന്നത്. എൻ്റെ ദൈവമേ, നമ്മൾ ആ ഗ്ലാസ്സിൽ കയറി നിൽക്കുമ്പോൾ നമ്മുടെ ചങ്കൊക്കെ ഇങ്ങനെ പടപടപടപടാ അടിക്കുക. എനിക്ക് ഇത് പൊട്ടിപ്പോയാൽ നമ്മൾ എത്ര നില താഴോട്ട് വീണ് പോകുന്നതെന്നുള്ളത് ആദ്യത്തെ നമ്മുടെ ചിന്ത. എൻ്റെ ചിന്ത അതായിരുന്നു കേട്ടോ. ഈശ്വരാ, ഞാൻ വീഴോ പൊട്ടുമോ എന്ന്. ഞാനൊരു 2-3 സ്റ്റെപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് എനിക്ക് ഹാർട്ട് അറ്റാക്ക് ആവും. ഞാൻ തിരിച്ചിറങ്ങിപ്പോരും. നമ്മൾ നേരത്തെ കയറി വരുമ്പോൾ നമ്മൾ താഴെ കണ്ട ആ പൂളൊക്കെയാണ് കാണുന്നത് കേട്ടോ. ഇവിടെ ഒരു നടുക്കക്കൂട്ടില്ല. നമുക്ക് ഇരിക്കാനും അവരുടെ സെക്യൂരിറ്റികളുണ്ട്. ചാടാനൊന്നും പാടില്ല എന്നവർ പറയും. മുട്ടുകുത്തിരിക്കാൻ പാടില്ല. ഓരോരോ ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അപ്പോൾ എനിക്കൊരു പേടിയാണ് തെലങ്കാന കയറിയത് പൊട്ടിയെങ്ങാൻ പോയാലോ എന്ന്. പക്ഷെ അതിനകത്ത് കയറി നിന്ന് താഴോട്ട് കാണുമ്പം അതൊരു വ്യൂ തന്നെ കേട്ടോ. അതാണ് ഇപ്പോഴത്തെ ദുബായിൻ്റെ ഒരു വ്യൂ ആണത്. അപ്പോൾ ഇതൊരു ഗ്ലാസ്സാണ്. നമുക്ക് അങ്ങനെ പൊട്ടത്തൊന്നും ഇല്ലയെന്ന് പറയണു. അപ്പോൾ എല്ലാവരും കയറി നടക്കാറുണ്ട്. ഞങ്ങൾ ആ സൈഡിൽ കൂടെ നടന്ന് പയ്യനെ ഇറങ്ങിപ്പോന്നു. നടുക്കോട്ട് കയറി നിൽക്കാനൊരു ഇച്ചിരി പേടിയൊക്കെ ഉണ്ട്. ഇവിടുന്ന് നമ്മൾ കയറുന്ന അവിടെ മുതൽ എൻ്റെ വരെ മിഡിലിൽ ഗ്ലാസ് വ്യൂ ആണ്. നമുക്ക് താഴോട്ട് നന്നായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഈ ദുബായ് ഫ്രെയിം നിർമ്മിച്ചിരിക്കുന്നത് 150 മീറ്ററാണ് ഇതിൻ്റെ ടോട്ടൽ നീളം. ടോള് 150 മീറ്റർ ടോളും 93 മീറ്ററോളം വൈഡാണ് ഇതിൻ്റെ ശരിക്കും സർഫേസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു മെഷർമെൻറ്റ്. ഇത് ഉണ്ടാക്കുന്നതിൻ്റെ കോസ്റ്റ് കേട്ട് നമ്മൾ ഞെട്ടിപ്പോവും. 230 മില്യൺ ദിർഹമാണ്. 230 മില്യൺ ദിർഹമാണ് ഇതിൻ്റെ കോസ്റ്റ് നമ്മൾ പണിതപ്പോൾ ഉള്ളത്. അതായത് നമ്മുടെ ഒരു ഇന്ത്യൻ റുപ്പി പറയുകയാണെങ്കിൽ 5000 കോടിയൊക്കെ വരും. 5000 കോടി ഒരു ഒറ്റ ബിൽഡിങ്ങിന് മാത്രം. ജസ്റ്റ് ഒരു ഒബ്സർവേറ്ററി ഡെസ്കിനാണ് നമ്മൾ ഇത്രമാത്രം പൈസ കൊടുത്തേക്കെന്ന് ഓർക്കണേ. ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു ഒബ്സർവേറ്ററി ഡെസ്ക്കാണ്. ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് നമ്മുടെ ഫുള്ള് ന്യൂ ദുബായ് എങ്ങനെയാണെന്നുള്ളത് കാണാൻ വേണ്ടി പറ്റും. ന്യൂ ദുബായിലെ എല്ലാ പണികളും, ന്യൂ ബിൽഡിങ്, ന്യൂ കൺസ്ട്രക്ഷൻസ്, നമ്മുടെ റോഡുകൾ, ട്രാഫിക് എല്ലാം നമുക്ക് അവിടെ ചെന്ന് ദുബായ് എന്നാണ് അതിൻ്റെ ഉള്ളിൽ കയറുന്നത്. നമുക്ക് ദൂരെ ബുർജ് ഖലീഫ കാണാം. നിങ്ങൾ കാണുന്നുണ്ടോ അങ്ങ് ദൂരെ ബുർജ് ഖലീഫ? ഇതാണ് നമ്മുടെ ന്യൂ സൈഡ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഈ സൈഡിൽ കാണുന്ന ഇതെല്ലാം ഓൾഡ് ദുബായ് ആണ്. ഓൾഡ് ദുബായിലെ കുഞ്ഞു ബിൽഡിങ്ങാണ്. നമ്മുടെ ഫ്ലാറ്റ് പോലെ എല്ലാം കുഞ്ഞു ബിൽഡിങ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ നിന്നുള്ളൊരു വ്യൂ ആണിത്. അപ്പോൾ ഞങ്ങൾക്ക് ടൈമില്ലാത്തതിന് ഞങ്ങൾ ഓടിച്ച് എല്ലാം ഒന്ന് ഷൂട്ട് ചെയ്തു. അപ്പം ഞാൻ ബുർജ് ഖലീഫിനെ തൊട്ട് നോക്കാൻ പറ്റുമോ നോക്കുവാനും തൊട്ടിട്ട് എനിക്ക് തൊടാൻ പറ്റുന്നില്ല. ശരിക്കും നമ്മുടെ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നല്ല ഭംഗിയുണ്ട് കേട്ടോ അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വീഡിയോയിലൊക്കെ എടുക്കുമ്പോൾ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുറത്തൊരു ചെറിയൊരു ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ട് ഒരു ഇച്ചിരി ഫോഗി ലുക്കാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി നോക്കുമ്പോൾ നന്നായിട്ട് കാണാം. പിന്നെ ലൈറ്റിങ്ങിൻ്റെ ഒക്കെ ഉണ്ടാവുമല്ലോ. താഴെയൊക്കെ ആണെങ്കിൽ വണ്ടിയൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മൾ ഉറുമ്പൊക്കെ പണ്ട് നമ്മൾ അത്ര ഒരു ഇതുപോലെ ഇങ്ങനെ ലൈനായിട്ട് എല്ലാം ആണെങ്കിൽ ഒരു സൈഡിലാണെങ്കിൽ ട്രാഫിക് വണ്ടി അനങ്ങുന്നേ ഇല്ല. ശരിക്കും ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ സൈഡിലൊക്കെയാണ് നമുക്ക് ശരിക്കും എല്ലാം കാണാൻ പറ്റും കേട്ടോ. കുറച്ച് നേരമൊക്കെ നോക്കി നിൽക്കാനൊക്കെ നല്ല ഭംഗിയാണ്. ഫുൾ ടൗണും അതിൻ്റെ ഒരു നല്ലൊരു ഭംഗി കാണാം നമുക്ക്. ശരിക്കും ഒരു ലക്ഷറീസിൻ്റെ താഴെ തന്നെ നമുക്ക് രാജാവിൻ്റെ, ഞാൻ പെട്ടെന്നൊന്നും കണ്ടില്ല, കുറച്ച് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴോ താഴെ രാജാവിൻ്റെ നല്ലൊരു റൗണ്ട് ബോട്ടൊക്കെ കണ്ടത്. നമ്മൾ ശരിക്കും നമ്മൾ ചുമ്മാ നോക്കി ഒന്നും കാണാൻ പറ്റത്തില്ല. നമ്മൾ ശരിക്കും ഒബ്സർവേഷനാണ്, ഒബ്സർവേറ്ററി ഗാലറി തന്നെയാണ്. നമ്മൾ ഒബ്സർവ് ചെയ്താലേ എല്ലാ കാര്യങ്ങളും അവിടെ കാണാൻ പറ്റി കഴിയുള്ളൂ കേട്ടോ. നമ്മൾ ചുമ്മാ നോക്കിയാൽ നമുക്ക് അവിടെ ഒന്നും കാണാനില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഓരോ എന്താണ് സോളാർ എനർജി എന്നുള്ളതിൻ്റെ ഒരു ഇല്ലുസ്ട്രേഷനും ഉണ്ടായിരുന്നു. അതിൻ്റെയാണ് ഇപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചത്. പിന്നെ ഇതിൻ്റെ നടുക്ക് കൂടെ ഞാൻ ഇച്ചിരി പണിപ്പെട്ട് ഞാൻ അതിനകത്ത് കിടക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ഞാൻ ഇച്ചേൻ്റെ കൈ പിടിച്ചൊന്ന് കിടക്കുന്നതാണ് അതിന് മേലെ കൂടെ. എനിക്ക് ഭയങ്കര പേടിയാണ്, എന്നാണെന്നറിയത്തില്ല. ഞാൻ എൻ്റെ ചങ്കൊക്കെ ഇങ്ങനെ പടപടപട അടിച്ച് ഞാനിപ്പോൾ വീണ് പോകുന്നുള്ളതായിരുന്നു എൻ്റെ കൺസെപ്റ്റ്. അപ്പോൾ ഓൾഡ് ദുബായിൻ്റെ ഒരു വ്യൂ കാണിക്കാൻ വേണ്ടി ഞാൻ ഇപ്പുറത്തെ സൈഡിലോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴെ കൂടെയുള്ള അതിൻ്റെ താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ഇടയ്ക്കിടയ്ക്ക് ക്ലോസ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഇതാണ് നമ്മുടെ ഓൾഡ് ദുബായിൻ്റെ വ്യൂ. എനിക്ക് ന്യൂ ദുബായിൻ്റെ വ്യൂവിനേക്കാളും എനിക്ക് അവിടെ നിന്നപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഓൾഡ് ദുബായിൻ്റെ ഒരു വ്യൂ ആണ്. ആ ബിൽഡിങ്ങുകളുടെയൊക്കെ ആ ഒരു സ്ട്രക്ചർ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അവരുടെ ടൈപ്പ് കളറൊക്കെ ഒരേ ടൈപ്പാണ്. ബിൽഡിങ്ങിൻ്റെ ഹൈറ്റൊക്കെ ഒരുപോലെയാണ്. ഇപ്പോൾ കാണാനൊക്കെ ആണെങ്കിലും ഈ പെട്ടിക്കട നമ്മുടെ തീപ്പെട്ടിയൊക്കെ അടുക്കി വെച്ചിരിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന കുറേ ബിൽഡിങ്ങുകൾ അങ്ങനെ. അപ്പോൾ ഇനി ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ ഒരു വ്യൂ. പിള്ളേരൊക്കെ അതിലൂടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു. പിള്ളേർക്കൊന്നും പേടിയൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് അവിടുത്തെ അറബി പിള്ളേരൊക്കെ ആണെങ്കിൽ ഓടി കളിക്കുന്നുണ്ട്. കയറുമ്പോൾ ഒരു പേടിയുള്ളത് കൊണ്ട് ഓടി ഇപ്പുറത്തോട്ട് ചാടും. അപ്പോൾ സമയമായതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചിറങ്ങി. അപ്പം ഇത് തിരിച്ചിറങ്ങി വരുമ്പോൾ ഇപ്പുറത്തെ സൈഡത്തെ ലിഫ്റ്റിൻ്റെ ഒരു വ്യൂ ആണ്.
ഞങ്ങളേറ്റവും ബാക്ക് സൈഡിലായിരുന്നു, കാണാൻ ഭയങ്കര പാട്. അതിൻ്റെ ലിഫ്റ്റിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡിൽ പോയി നിന്നാലേ നമുക്ക് ശരിക്കുള്ള ഒരു വ്യൂ ഒക്കെ കിട്ടത്തുള്ളൂ കേട്ടോ. നമ്മൾ ആ ലിഫ്റ്റിൽ അത്ര സ്പീഡിൽ ഇറങ്ങി വരുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ കിട്ടണമെങ്കിൽ ഫ്രണ്ടിൽ നിൽക്കണം. അപ്പോൾ അവിടെ നിന്ന് ആ സൈഡിൽ നിന്ന് താഴോട്ട് നോക്കാൻ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കുറേ അധികം പൂക്കളും ആ പൂക്കളൊക്കെ ഈ ബിൽഡിങ്ങിൻ്റെ ചുറ്റും വെച്ചിരിക്കുന്നതൊക്കെ നമുക്ക് നല്ലൊരു വ്യൂ ആയിട്ട് മേലെ നോക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഫ്യൂച്ചറിൽ ദുബായ് എങ്ങനെയാണെന്നുള്ള ഒരു ചിത്രീകരണം ഉണ്ട്. അത് ആ സ്ഥലത്തേക്കാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങി നേരെ ഇറങ്ങി നമ്മൾ താഴെ പോകണം. നമ്മൾ ഫസ്റ്റ് വ്യൂ, പിന്നെ നമ്മൾ ഇറങ്ങിപ്പോരും. അത്രേ ഉള്ളൂ കേട്ടോ. ശരിക്കും സത്യത്തിൽ ഇത്രയേ ഉള്ളൂ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഇതാണ് 2025 കഴിഞ്ഞ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഉള്ള വ്യൂ. കുറച്ച് ഡെക്കറേഷൻസും അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളതിനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങോട്ടൊന്നും നോക്കാൻ വേണ്ടി പോയില്ല. ഞങ്ങൾക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഓടി ചാടി ഇറങ്ങിപ്പോന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പം അടുത്ത നമ്മൾ എത്തിച്ചേരുന്നത് നമുക്ക് ദുബായ് ഫ്രെയിമിൻ്റെ കുറച്ച് അവിടുത്തേതായിട്ടുള്ള നമുക്ക് എല്ലായിടത്തും ഉള്ള പോലെ തന്നെ കുറച്ച് പർച്ചേസിങ് സ്ഥലം ഉണ്ടാവുമല്ലോ. നമുക്ക് അവിടുത്തെ ദുബായ് ഫ്രെയിമിൻ്റെ കുറച്ച് സാധനങ്ങളുണ്ടാവും. അതിൻ്റെ പേരെഴുതിയ കുറേ സാധനങ്ങൾ, ദുബായിനെ റെപ്രസെൻറ്റേറ്റീവ് ചെയ്യുന്ന കുറേ സാധനങ്ങൾ, അങ്ങനെയൊക്കെ സെല്ല് ചെയ്യുന്നൊരു ഷോപ്പായിരുന്നു. പിന്നെ അവിടെ നമ്മൾ ആദ്യം കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഫോട്ടോ എടുക്കുന്നെന്ന്, ആ ഫോട്ടോ അവിടെ കിട്ടും കേട്ടോ. നന്നായിട്ട് നമ്മൾ അവിടെ പോയി നിന്നാലേ നമുക്ക് ഫോട്ടോ കിട്ടത്തുള്ളൂ. പിന്നെ ഫ്യൂച്ചർ ദുബായിൻ്റെ ഒരു ചിത്രീകരണം ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങിപ്പോന്നു. അധികം നേരം ഞങ്ങളവിടെ നിന്നില്ല, കാരണം നമുക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഓടിപ്പോന്നു. പുറത്തുനിന്നായിട്ട് ഫോട്ടോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു. എത്ര നോക്കിയിട്ട് ഞങ്ങൾക്ക് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കുളിക്കാൻ പറ്റുന്നതല്ല. വീഡിയോ മാത്രം ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായ് ഫ്രെയിമിൻ്റെ അവിടുത്തെ ഫോട്ടോ കിട്ടണമെങ്കിൽ ഉള്ളിൽ നിന്ന് തന്നെ എടുത്തിട്ട് അവർ തരുന്ന ആ ഫോട്ടോ തന്നെ മേടിക്കണം കേട്ടോ. അത് അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ഫോട്ടോ ആയിരുന്നു. ഞങ്ങളുടെ ഫോട്ടോ കണ്ണടിച്ച് പോയി, അതുകൊണ്ട് ഞങ്ങൾ ഫോട്ടോ എടുത്തില്ല. ഇതാണ് നമുക്ക് ഔട്ട് സൈഡിൽ നിന്നുള്ള ദുബായ് ഫ്രെയിമിൻ്റെ ഒരു വ്യൂ. അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ദുബായ് ഫ്രെയിമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു. ഇതിന് പുറത്തൊക്കെ നമുക്ക് ടൈമൊക്കെ ഉണ്ടെങ്കിൽ ഇതിന് ചുറ്റും നല്ല വലിയ പാർക്കാട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇപ്പുറത്തോട്ട് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും മുഴുവൻ നല്ല പാർക്ക്, അതും കാണാൻ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ആയിട്ടുള്ള പാർക്കുകളാണ്. അപ്പം നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ഒരു ദിവസം പോയിട്ട് നമുക്ക് നിൽക്കാനും ഒരു ദിവസം ഈ ദുബായ് ഫ്രെയിമിലോട്ടായിട്ട് തന്നെ നമ്മൾ യാത്ര പോകുകയാണ്, എന്നാലേ അതിൻ്റെ ഒരു ഭംഗിയുള്ളൂ. അവിടെ ചെന്നിട്ട് നമ്മൾ പുറത്ത് ദുബായ് ഫ്രെയിം കണ്ട് പുറത്ത് പാർക്കിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നമുക്കൊന്ന് കറങ്ങി കാണാൻ മാത്രമുള്ള സ്ഥലമുണ്ട് എൻ്റെ ചുറ്റുമൊക്കെ. അപ്പം ഞങ്ങൾക്ക് അധികം സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ദുബായ് ഫ്രെയിം മാത്രം കണ്ടിട്ട് ഓടിച്ചാടി ഇറങ്ങിപ്പോന്നു. അപ്പോൾ ഇതിൻ്റെ ശരിക്കും ഞാൻ ഇതിനകത്ത് ചോദിച്ചായിരുന്നു, നമ്മൾ നോക്കിയായിരുന്നു ഇതിപ്പോൾ ശരിക്കും ഗോൾഡ് കൊണ്ടുണ്ടാക്കിയതാണെന്ന് അറിയത്തില്ല, ഇത്രയും കോസ്റ്റ്ലി. അപ്പോൾ ഇത് ശരിക്കും ഗോൾഡ് പ്ലേറ്റഡ് ആണ്, ഫുള്ള് ഗോൾഡിൻ്റെ അങ്ങനെയല്ല, ഗോൾഡ് ജസ്റ്റ് പ്ലേറ്റഡ് ഇതാണ്, ഗോൾഡൻ ഫ്രെയിമാണ് അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിമിൻ്റെ വീഡിയോ. അപ്പം നമ്മുടെ ക്രൂയിസ് ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇത് പാർട്ട് 1 ഞാൻ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്രൂയിസ് ഡ്രൈവിൻ്റെ പാർട്ട് 2 ഉണ്ട്. അപ്പോൾ അതും കാണാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. അപ്പോൾ ഇതൊക്കെ ഞങ്ങളവിടെ നേരത്തെ 2-3 ഫോട്ടോസൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. ഞാനൊരു പനോരമ വ്യൂവിൽ ഇതിന് മുഴുവൻ കൊള്ളിക്കാൻ ശ്രമിച്ച ഒരു വ്യൂ അത് കേട്ടോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ബൈ.